SFI അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളായിരിക്കുകയാണ്. കോഴിക്കോട് ചേർന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. മലയാളിയായിട്ടുള്ള കൊല്ലം സ്വദേശിയായിട്ടുള്ള ആദർശം സജിയാണ് ദേശീയ പ്രസിഡന്റ്. ബംഗാളിൽ നിന്നുള്ള ശ്രീജൻ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ എന്നോടൊപ്പം പുതിയ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ആദർശം സജി ചേരുന്നു. വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത്. ഇത് ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ചുമതലയല്ല, ഇത് സംഘടനയാണ്. അതായത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായൊരു സംഘടനയല്ല SFI. ഇതിൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റിയുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ആ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ഈ ഒരു സമ്മേളന കാലയളവിനിടയിൽ ഈ സമര പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നതിന് അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെല്ലാം വേണ്ടി ഒരു ഘടകമാണ് SFI കേന്ദ്രം. അത് കൂട്ടുത്തരവാദിത്തത്തോടു കൂടി രാജ്യത്ത് ഈ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും കേന്ദ്രീകരിക്കാനും കമ്പോളവൽക്കരിക്കാനും നടത്തുന്നുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി വലിയ നിലയിൽ SFIയുടെ എല്ലാ ഘടകങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിരോധം അതിൻ്റെ ഭാഗമായി തീർക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇതിനോടകം തന്നെ SFI പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും അത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റെന്തെല്ലാമാണ് വരും കാലത്ത് പ്രവർത്തന നയരേഖയിൽ പ്രാധാന്യം കൊടുക്കുക? 2020 ദേശീയ വിദ്യാഭ്യാസം 2020 ഡ്രാഫ്റ്റ് വന്നപ്പോൾ തന്നെ SFI അത് പഠിച്ച് അത് ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് ദേശവിരുദ്ധമായൊരു വിദ്യാഭ്യാസ നയമായി മാറിയിട്ടുണ്ട്. അതായത് ഇൻക്ലൂസീവ് അല്ല, അത് എങ്ങനെ പുറത്താക്കാം, എക്സിറ്റ് പോളിസിയാണ് അതിനകത്ത് പൊതുവായി എങ്ങനെ ഒരു വിദ്യാർത്ഥിയെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്താക്കാം എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ SFI ആ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എതിർക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ പോളിസി SFIയുടെ കമ്മിറ്റി ചർച്ച ചെയ്ത് വിവിധ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബദൽ വിദ്യാഭ്യാസ നയം എങ്ങനെ ആയിരിക്കണം എന്നുൾപ്പെടെ SFI അതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് നമ്മൾ സമർപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സംവിധാനത്ത് പുറത്താക്കുക എന്നുള്ളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി രാജ്യവ്യാപകമായി വലിയ പ്രശ്നം ഈ കഴിഞ്ഞൊരു വർഷം 2022 2023 ആയിട്ടാണ് ഏകദേശം 15ഓളം വിദ്യാർത്ഥി സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഡൽഹിയിൽ നടന്നു, മുംബൈയിൽ നടന്നു, ചെന്നൈയിൽ നടന്നു, കൊൽക്കത്തയിൽ നടന്നു. വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടു കൂടി ഈ നിലയിലുള്ള വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സർവകലാശാലകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെതിരായി ആ നിലയിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി ഇതുവരെ മുന്നോട്ട് പോയി. ഇനിയും ആ നിലയിൽ തന്നെ SFI മുന്നോട്ട് പോകും. ഇപ്പം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമായി നേരത്തെ ശ്രീജൻ ഭട്ടാചാര്യ പറഞ്ഞു, രാഷ്ട്രീയമായിട്ടുള്ള ചില ടാസ്കുകൾ കൂടിയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൂടി SFI ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇത് രാഷ്ട്രീയമായ ടാസ്കുകളൊന്നുള്ളത്, ഞങ്ങളൊരു വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ ആ സ്വതന്ത്രമായിട്ടൊരു വിദ്യാർത്ഥി സംഘടനയാണ്. ഞങ്ങളുടെ ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, അത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള പ്രവർത്തനം, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത്. അതിന് പാലസ്തീൻ ഐക്യദാർഢ്യപ്പെടുക, ഈ ക്യൂബയ്ക്ക് ഐക്യദാർഢ്യപ്പെടുക, അതെല്ലാമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ സംഘപരിവാർ അക്രമങ്ങളെ ചെറുത്ത് ജോലിപ്പിക്കുക, ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തും. വിദ്യാർത്ഥികളെ നല്ല നിലയിൽ ബോധവൽക്കരിക്കാനുള്ള ശ്രമം ഈ ഏത് നിലയിലാണ് ഇവർ ഒളിച്ചു കടത്തുന്നത്, ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ എങ്ങനെ ഇതില്ലാതാക്കാൻ ശ്രമിക്കും, അതെല്ലാം ഉള്ള ഇടപെടൽ ഞങ്ങൾ സമര പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സമീപകാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദം, അതായത് ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദം ഈ സമീപകാലത്ത് ഉയർന്നു വന്നു. ഇതിൽ SFIയുടെ നിലപാടാണ്. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാവരും, അത് വിവിധ മതജാതി സംഘങ്ങളൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ആ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആവണമെന്നുള്ളതാണ് SFIയുടെ നിലപാട്. എന്തായാലും പുതിയ ദേശീയ പ്രസിഡന്റ്, SFIയുടെ ദേശീയ പ്രസിഡന്റ് ആദർശം സജിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അല്പം മുമ്പാണ് കോഴിക്കോട് നടന്ന ദേശീയ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ക്യാമറാമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.